ഈ കാശ്മീർ ജനജീവിതം സാധാരണഗതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും മോദി സർക്കാർ കാശ്മീരിൽ സ്വീകരിച്ച ശക്തവും മൗലികവുമായ നിലപാടുകൾ, നടപടിക്രമങ്ങൾ, ഭരണപരിഷ്കാരങ്ങൾ 370 വകുപ്പ് എടുത്തു മാറ്റുന്നു. കാശ്മീരിൻ്റെ സംസ്ഥാന പദവി മാറ്റിയിട്ട് കേന്ദ്രഭരണ പ്രദേശമായി തീരുന്നു. അതിനൊക്കെ വലിയ കോലാഹലം ഉണ്ടായെങ്കിലും വലിയ റിസൾട്ട് ഉണ്ടായതായിട്ടാണ് പുതിയ കാലത്തെ എല്ലാ അനുഭവങ്ങളും എല്ലാവരുടെയും. കാശ്മീരിൽ ടൂറിസ്റ്റുകൾ സാധാരണ പോലെ ആഘോഷപൂർവ്വം പോയി വരുന്നു. ജനജീവിതം സാധാരണ മട്ടിലേക്ക് വരുന്നു. സ്കൂളുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെ പോസിറ്റീവായ കുറേ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ കാശ്മീരിൽ വീണ്ടും തീവ്രവാദം വലിയ തോതിൽ, ഇപ്പോൾ നരേന്ദ്രമോദിയുടെ 3ാം സർക്കാർ വന്നതിന് ശേഷം കാശ്മീരിൽ തീവ്രവാദം തിരിച്ചു വരുന്നുണ്ട്. ഒരു ചെറിയ അടിസ്ഥാനപരമായ വ്യത്യാസം, അത് നമ്മൾ പല ചർച്ചയിലും സൂചിപ്പിച്ചതാണ്. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് സാറിൽ നിന്ന് അറിയേണ്ടത്. എന്തുകൊണ്ടാണ് ഈ കാശ്മീർ വാലിയിൽ, കാശ്മീർ താഴ്വരയിൽ കേന്ദ്രീകരിച്ചിരുന്ന ഭീകരപ്രവർത്തനങ്ങൾ ഇപ്പോൾ പതുക്കെ ജമ്മുവിലേക്ക് നീങ്ങിയത് എന്തുകൊണ്ടാണ്? അത് ആണ് ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു പുതിയ വാർത്തകൾ, കാശ്മീരിനെ കുറിച്ചുള്ള പുതിയ വാർത്തകളിൽ കൗതുകം നിറഞ്ഞ, ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വിശദാംശങ്ങൾ ആണ്. അതെ, മോദി ഇത്തവണ ഭരണമേറ്റ ശേഷം ഈ 3 വലിയ ആക്രമണങ്ങൾ, ഇപ്പോൾ ധോഡ, അതിനു മുമ്പ് കത്വ, അതിനു മുമ്പ് വൈഷ്ണവ് ദേവി ക്ഷേത്രത്തിലേക്ക് പോയിരുന്ന റിയാസി, ഉത്തർപ്രദേശിൽ നിന്നുള്ള തീർത്ഥാടകർ, ഇതൊക്കെ ഈ വാലിയിൽ നിന്ന്, അതായത് അടിവാരം, കശ്മീർ അടിവാരത്തിൽ നിന്ന് ജമ്മുവിലേക്ക്, അല്ലെങ്കിൽ നിയന്ത്രണ രേഖയിൽ നിന്ന് രാജ്യാന്തര അതിർത്തിയിലേക്ക് മാറിയിരിക്കുന്നതിൻ്റെ തെളിവാണ്. ഇപ്പോൾ ഭീകരവാദികൾ മുഴുവൻ, പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറുന്ന ഭീകരവാദികൾ, ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ എ തൈബ, ആ ഭീകര സംഘടനകൾ ആണിത് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് വളരെ വ്യക്തമാണ്. അവർ പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറാനായിട്ട് വളരെ എളുപ്പമുള്ളൊരു ടെറൈൻ, ഭൂമേഖല തിരഞ്ഞെടുത്തതാണ് ഈ ജമ്മുവിലെ ആക്രമണങ്ങളിൽ കാണുന്നത്. 2022-ലും 2021-ലും ഈ ജമ്മു ഭാഗത്ത് 3 ആക്രമണങ്ങളാണ് ഉണ്ടായത്. പക്ഷേ 2024 ഇതുവരെ 6 ആക്രമണങ്ങളായി, ഈ ദോഡ ആക്രമണത്തിനോട് കൂടി. അപ്പോൾ 2021 മുതൽ ഈ പീർ പഞ്ചൽ മലയാ, അവിടെ പീർ പഞ്ചൽ മലയാവുമ്പോൾ ഈ ഒളിക്കാനൊക്കെ എളുപ്പമാണ്. പീർ പഞ്ചൽ മലനിരകൾക്ക് തെക്ക് പൂഞ്ച്, രജൗരി, ജമ്മു, പൂഞ്ച്, രജൗരി ഈ ഭാഗങ്ങളിൽ വല്ലാതെ ഭീകരത കൂടുന്നുണ്ട് ഇപ്പോൾ. പട്ടാളത്തെ മാത്രമല്ല, സിവിലിയൻസിനെ, സാധാരണ പൗരന്മാരെയും ഒക്കെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഈ മുൻ പട്ടാള മേധാവി മനോജ് പാണ്ഡെ എഴുതിയൊരു ലേഖനം ഞാൻ വായിച്ചു. അതിൽ അദ്ദേഹം പറയുന്നു, 2003, അതായത് 20 കൊല്ലം മുമ്പ് ഈ ഭാഗത്ത് ഭീകരത കുറച്ചതായിരുന്നു. ജമ്മുവിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഭീകരതയൊക്കെ വേര് പറിച്ചതാണ്. 2017-18 വരെ ശാന്തി ഉണ്ടായിരുന്നു. പക്ഷേ അയൽക്കാർ, അതായത് പാകിസ്ഥാൻ, ഭീകര വളർത്തിക്കൊണ്ടിരുന്നു. ഇപ്പോൾ പ്രോക്സി, നിഴൽ യുദ്ധം ആണ്. നിഴൽ യുദ്ധത്തിന് അവർ തൻസീമുകളെ വളർത്തിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പൊതുലക്ഷ്യമുള്ള ഭീകര കൊലയാളികൾ, തസ്നീമുകളെ വളർത്തിയിരിക്കുകയാണ് എന്ന് പറയുന്നു. അപ്പോൾ കശ്മീർ അടിവാരം വാലി ശാന്തമായപ്പോൾ 2022 6 പട്ടാളക്കാരാണ് കൊല്ലപ്പെട്ടിരുന്നത്. 2023 21, ഈ കൊല്ലം ഇതുവരെ 11 പട്ടാളക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 5 ഭീകരരെയാണ് കൊന്നിരിക്കുന്നത്. ഭീകരർ 2023 20 പേരെ കൊന്നിരുന്നു, 2022 14, ഈ കൊല്ലം 11. അപ്പോൾ ഇനിയുണ്ടല്ലോ, ഈ വർഷം സമയം ധാരാളം ഉണ്ട്. അപ്പോൾ ജമ്മുവിന് പടിഞ്ഞാറ് ആണ് ഈ കത്വ മേഖല. രാജ്യാന്തര അതിർത്തിയിലാണ് ആക്രമണങ്ങൾ. രജൗരിയും പൂഞ്ചും പോലെയല്ല ഈ സ്ഥലങ്ങൾ. ഇത് വെസ്റ്റേൺ കമാൻഡിന് കീഴിലാണ് ഈ സ്ഥലം വരുന്നത്. വെസ്റ്റേൺ കമാൻഡിന്, ആർമിയുടെ ഈ പരിശീലനം, ഇങ്ങനെ തുരത്താനുള്ള പരിശീലനമുള്ളവരല്ല. നോർത്തേൺ കമാൻഡിലാണ്
മറ്റേ വാലിയുടെ ഭാഗങ്ങളുമൊക്കെ വരുന്നത്. വരുന്നത്. അപ്പോൾ ഇനി ഇവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഇവർക്ക് ഇതിനുള്ള കൗണ്ടർ ടെററിസത്തിൻ്റെ പരിശീലനം ആവശ്യമുണ്ട് എന്നാണ് അവരൊക്കെ എഴുതിയതിൽ കാണുന്നത്. ഇത് 2019 ഓഗസ്റ്റ് 5 മറ്റേ ആ 307 വകുപ്പ് സ്പെഷ്യൽ സ്റ്റാറ്റസ് കശ്മീരിൻ്റെ പ്രത്യേക പദവി പിൻവലിച്ച ശേഷം അങ്ങനെ സമാധാനമായിട്ട് ജമ്മു കശ്മീർ തുടരേണ്ടതില്ല എന്ന് പാകിസ്ഥാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോഴും പാകിസ്ഥാൻ പിന്നെ പ്രസക്തി ഉണ്ട് എന്ന് പാകിസ്ഥാൻ തെളിയിക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ ആക്രമണങ്ങൾ എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഞങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല അതിനുശേഷവും എന്ന്. ഭീകരർക്ക് എളുപ്പമായ ഭൂപ്രദേശങ്ങളുള്ളത് ജമ്മുവിലാണ്. കാട്, മല, പാറ, ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. പീർ പഞ്ചാൽ, കിഷ്ത്വാർ മലനിരകൾ അവിടെ ഈസി ആയിട്ട് ഒളിക്കാം. പിന്നെ നിയന്ത്രണ രേഖയ്ക്കും രാജ്യാന്തര ബോർഡറിനും അടുത്താണ് ഈ സ്ഥലങ്ങൾ. ബോർഡർ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് കിടക്കാമല്ലോ, ഇങ്ങോട്ട് വരാം അങ്ങോട്ടും കിടക്കാം. അപ്പോൾ നുഴഞ്ഞ് കയറി എന്തെങ്കിലുമൊക്കെ വൃത്തികേട് കാണിച്ചിട്ട് ആക്രമണമൊക്കെ നടത്തിയിട്ട് തിരിച്ചും പോകാം വളരെ എളുപ്പത്തിൽ. അതാണ് ഈ രാജ്യാന്തര അതിർത്തി പ്രദേശങ്ങളിൽ ജമ്മുവിൽ ആക്രമിക്കുന്നതിൻ്റെ ലക്ഷ്യം. കശ്മീരിൽ നഗരമേഖലകളാണ്, അതുപോലെയല്ല ഈ സ്ഥലം. ഈ നഗരമേഖലകളിലൊക്കെ ഈ NIA ഈ ടെറർ ഫണ്ടിങ് അമർച്ച ചെയ്തിട്ടുണ്ട് അത്യാവശ്യത്തിന്. അപ്പോൾ അവിടെ ഫണ്ട് കിട്ടില്ല നഗരമേഖലകളിൽ. ജമ്മു ആണെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് വന്നു പോകുന്ന രാജ്യാന്തര അതിർത്തിയാണ്. അതാണ് വ്യത്യാസം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാറ് പറഞ്ഞു വരുമ്പോൾ കാശ്മീരും ജമ്മുവും തമ്മിലുള്ള തീവ്രവാദത്തിൻ്റെ കാര്യത്തിലുള്ളൊരു വ്യത്യാസം, ഇന്ത്യൻ പൗരന്മാരായ കാശ്മീരികളെ വിലക്കെടുത്തോ കൂലിക്കെടുത്തിട്ടോ ആണ് കാശ്മീരിൽ ഫണ്ട് കൊടുത്തിട്ടാണ്. ഫണ്ടിങ് ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ 400 രൂപ കൊടുത്താൽ കൂലിക്ക് കിട്ടുന്ന കൂലിക്കാരെയാണ് അവിടെ തീവ്രവാദികൾ. അതേ സമയത്ത് ജമ്മുവിൽ ഈ സൗകര്യം ഉപയോഗിച്ച് മലമേടുകളിലൂടെ നുഴഞ്ഞു കയറി വരാവുന്ന സൗകര്യം ഉപയോഗിച്ച് ഒരുപക്ഷെ അവിടുത്തെ ഈ ഭീകരപ്രവർത്തനം മുഴുവൻ നടത്തുന്നത് സാക്ഷാൽ പാകിസ്ഥാൻ പൗരന്മാർ തന്നെയാണ്. ലഷ്കർ എ തൈബ അതൊരു വലിയ വ്യത്യാസമാണ്. ലഷ്കർ എ തൈബയും ജയ്ഷെ മുഹമ്മദുമാണ് നടത്തുന്നത്. നുഴഞ്ഞു കയറി വരാനും ഇപ്പം ഇവിടെ ആക്രമണം നടത്തിയിട്ട് അങ്ങോട്ട് പോവുകയുമാണ് ചെയ്യുന്നത്. ഞാൻ കുറച്ചുകൂടി വിശദാംശങ്ങൾ പറയാം. 2003 പീർ പഞ്ചലിൽ ഹിൽക്കാക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ മലയുടെ ഉള്ളിൽ ഇവരുടെ താവളങ്ങൾ കണ്ടുപിടിച്ചിരുന്നു 2003. ഇത് പലപ്പോഴും ജമ്മുവിൽ നിന്നുള്ള സേനയെ പിൻവലിച്ചിട്ട് ലഡാക്കിലേക്ക് വിടുന്നുണ്ട്. ജമ്മു താരതമ്യേന സമാധാനം ഉള്ള സ്ഥലമാണെന്നുള്ളതുകൊണ്ട് ചെയ്തു പോയതാണ്. അപ്പോൾ ഇവിടെ ഇടപെടാനുള്ള സൈന്യവും കുറവാണ് ജമ്മുവിൽ. അപ്പോൾ അടിവാരത്ത് ഹഫ്രുദ, രാജ്വർ എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ കാടുകളുണ്ട്. നീണ്ട കാലത്ത് അന്നൊക്കെ അവിടെയായിരുന്നു. നീണ്ട കാലം കൊണ്ട് ചെറുതായിട്ട് ബിൽഡപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ ജമ്മുവിൽ ഈ നുഴഞ്ഞുകയറ്റക്കാർ സ്ഥിരമായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. അതിർത്തിക്കപ്പുറത്ത് ബിൽഡപ്പ് നടന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചിട്ടുള്ള ഈ ഇൻ്റലിജൻസ് വിവരങ്ങളുണ്ടല്ലോ, ചാരവിവരങ്ങൾ, അത് നമുക്കില്ല. മറ്റേത് അടിവാരത്താവുമ്പോൾ, കശ്മീർ അടിവാരത്താവുമ്പോൾ ലോക്കൽസിനെയാണല്ലോ ഉപയോഗിച്ചിരുന്നത്. ലോക്കൽസിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ആളുകൾ നുഴഞ്ഞു കയറിയിട്ട് വിവരങ്ങൾ പിടിക്കും. ഇതിൻ്റെ അകത്ത് ഈ ഡിജിറ്റൽ സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഇൻവോൾവ് ആയതുകൊണ്ട്, ലോക്കൽസ് അധികം ഇൻവോൾവ് അല്ലാത്തത് കൊണ്ടും അപ്പുറത്ത് നിന്ന് കയറുന്നത് കൊണ്ടും നമുക്ക് ഇൻ്റലിജൻസ് വിവരങ്ങൾ വളരെ കുറവാണ്. ഇൻപുട്സ് വളരെ കുറവാണ്. പിന്നെ പണം കൊടുത്തിട്ട് ചില ഗ്രൗണ്ട് വർക്കേഴ്സിനെയൊക്കെ വെച്ചതായിട്ട് കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ലോക്കൽസ് ചില തെരഞ്ഞു പിടിച്ച ആളുകളെയൊക്കെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും എന്തുകൊണ്ട് പാകിസ്ഥാൻ ജമ്മുവിൽ നിന്ന് ചോദിച്ചാൽ നിഴൽ യുദ്ധം ആണ്, പ്രോക്സി വാർ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ്, നമ്മൾ നേരത്തെ IS-ൻ്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ ഒരു സമാധാന ഉടമ്പടി കാണുമ്പോൾ ഹമാസ് കയറി ഇടപെടുക, ഇസ്രയേലുമായിട്ട് സൗദി സമാധാനം കിടന്ന പോലെ ഇപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 30 മുമ്പ് നടത്തണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ, ജമ്മു കാശ്മീരിൽ. ആ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കരുത് എന്ന് പാകിസ്ഥാനിൽ വാശിയുണ്ട്, ആഗ്രഹമുണ്ട്. പിന്നെ അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് നമ്മൾ നടത്തുമായിരിക്കും, വലിയ സംഘർഷത്തിന് അവർ ശ്രമിക്കും, അത് ഉറപ്പാണ്. പാകിസ്ഥാനിലാണെങ്കിൽ ഒരു പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ, ഭരണകൂടമില്ല.
ഒരു ജനാധിപത്യ ഭരണകൂടം എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അവിടെ വേറെ താല്പര്യങ്ങളാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, IS അങ്ങനത്തെ ആളുകളുമൊക്കെ. അപ്പോൾ ഇതിന് മറ്റേ പഴയ പട്ടാള മേധാവികളൊക്കെ പലരും ഇതിന് പോംവഴി നിർദ്ദേശിക്കുന്നതായിട്ട് ഞാൻ വായിക്കുന്നത്, ആഗോളതലത്തിൽ ഇന്ത്യ ഈ പാകിസ്ഥാൻ്റെ നുഴഞ്ഞുകയറ്റം, ഈ ഭീകരത ഒരു വിഷയമായിട്ട് ഉന്നയിക്കണം, എന്നിട്ട് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തണം എന്നുള്ളതാണ്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നല്ല വോട്ടെടുപ്പ് നടന്നു അത്യാവശ്യം മറ്റേ ജമ്മു കാശ്മീരിൽ. 1996 ചെറിയ വോട്ടർ ടേൺ ഔട്ടേ ഉണ്ടായിരുന്നുള്ളൂ, പോളിംഗ് ഒക്കെ വളരെ കുറവായിരുന്നു, എന്നിട്ടും തിരഞ്ഞെടുപ്പ് നടത്തി. 2002 1650 ഭീകരാക്രമണങ്ങൾ നടന്നിരുന്നു ജമ്മു കാശ്മീരിൽ. ഒറ്റ കൊല്ലം. അന്നും തിരഞ്ഞെടുപ്പ് നടത്തി നമ്മൾ. അതുകൊണ്ട് 1-2 ദിവസമോ 2 മാസമോ ഒക്കെ നീട്ടണം, സെപ്റ്റംബർ കഴിഞ്ഞിട്ട് സമയം വേണമെന്ന് പറഞ്ഞാലും സുപ്രീം കോടതി സമ്മതിക്കും, 2 മാസം കഴിഞ്ഞ് നടത്താം. അപ്പോൾ ഈ ഭീകരരെ ശുദ്ധമാക്കിയിട്ട് ജമ്മു ഒന്നുകൂടി ശുദ്ധമാക്കിയിട്ട് ഇത് നടത്തുന്നതായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വലിയൊരു പട്ടാള ഓപ്പറേഷൻ സന്നാഹം ആവശ്യമുണ്ട്. സത്യത്തിൽ നേർക്കുനേരെയുള്ള ഒരു യുദ്ധമാണ് അത്. അത് ഓപ്പറേഷൻ വേണം. സമാധാനകാംക്ഷികൾക്കൊന്നും ഇതിൽ സ്ഥാനമില്ല. ആ ഓപ്പറേഷന് കുറച്ച് സമയം വേണമെങ്കിൽ അത് എടുക്കുകയും വേണം എന്നാണ് കാണുന്നത്. എന്നിട്ട് ഒരു പട്ടാള വിദഗ്ധൻ എഴുതിയത് ഞാൻ വായിച്ചത്, ഈ മേഖലയിൽ ജോലി ചെയ്തിരുന്നത് സ്വീപ്പ് ആൻഡ് ചേണിങ് ഓഫ് പീർ പഞ്ചാൽ സൗത്ത്. ശരിക്ക് സ്വീപ്പ് ആൻഡ് ചേണിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഉഴുതു മറിക്കുക. ഈ പീർ പഞ്ചൽ ആ മലനിരയില്ലേ, അതിൻ്റെ തെക്ക് ഭാഗത്ത് അവിടെയാണ് ഇവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ്. തകർക്കേ പറ്റുള്ളൂ അല്ലേ ആ താവളം. അതെ. അപ്പോൾ പൂഞ്ച്, സുരൻകോട്ട്, രജൗരി എന്നിവിടങ്ങളിലൊക്കെ ഭീകരരെ അമർച്ച ചെയ്തു കഴിഞ്ഞു. അവിടെ നിന്നുള്ള ശ്രദ്ധ പോകരുത്, അവിടെ നിന്ന് സേനയൊന്നും പിൻവലിക്കരുത്. അല്ലാതെ റിയാസി, ദോഡ, കത്തുവ ആ ഭാഗത്ത് വലിയൊരു ഓപ്പറേഷൻ നടത്തണം എന്നുള്ള നിർദ്ദേശം ഞാൻ വായിച്ചിരുന്നു. അതെ അതെ. സാറ് പറഞ്ഞു വരുമ്പോൾ ഇതിൽ ഇപ്പോൾ ജമ്മുവിലെ ഒരു സമാധാന ഭംഗം അല്ലെങ്കിൽ അവിടെ തീവ്രവാദം കേന്ദ്രീകരിക്കുന്നതിൻ്റെ ഒരു കാര്യം കൂടി എനിക്ക് തോന്നുന്നു, സംശയിക്കുന്നു ഞാൻ. കാരണം പണ്ഡിറ്റുകൾ സമാധാനപൂർവ്വം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരികയും സ്വൈരമായി ജീവിക്കാൻ തുടങ്ങുകയും ചെയ്തിരിക്കുന്നു എന്നൊരു വസ്തുത കൂടി കഴിഞ്ഞ ഈ വർഷങ്ങൾ കൊണ്ട് സംഭവിച്ചിട്ടുണ്ട്. അവർ പലായനം ചെയ്തപ്പോൾ അവരുടെ വസ്തുക്കളൊക്കെ വേറെ ആളുകൾ ഒക്യുപ്പൈ ചെയ്യുകയും ചെയ്തിരുന്നു. അല്ലാതൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരികയും തിരിച്ചു കിട്ടുകയും അവരേതാണ്ട് ഒരു സമാധാനത്തോടെ സഹോദര്യത്തോടെ അവരല്ലെങ്കിലും പണ്ഡിറ്റുകൾ പണ്ടേ ഞാൻ വായിച്ചതോ ഇടത്തൊക്കെ അവർ വലിയ സമാധാന പ്രിയന്മാരാണത്രേ. അവർ ഈ അക്രമികളും പോരാളികളൊന്നും അല്ല. അപ്പോൾ അവർ സമാധാനത്തോടെ ജീവിക്കാൻ തുടങ്ങുന്നതിൻ്റെ ഒരു കെറിവും അത് നശിപ്പിക്കാനുള്ള നീക്കം കൂടി ഉണ്ടാവും. തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ആശങ്കയുണ്ടാവും. ഇതോടൊപ്പം നമ്മൾ കാണേണ്ട ഒരു കാഴ്ചയാണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ കാശ്മീരിലെ ഭീകരവാദം ജമ്മുവിലേക്ക് പറിച്ചു നടുന്നു എന്നുള്ളതല്ല, കാശ്മീരിലെ ഇന്ത്യക്കാരിലൂടെ ഓപ്പറേറ്റ് ചെയ്യപ്പെട്ട ഇന്ത്യക്കാരായ കൂലിക്കാരായ തീവ്രവാദികളിലൂടെ ഓപ്പറേറ്റ് ചെയ്യപ്പെട്ടവരെ അടിച്ചമർത്തിയപ്പോൾ നേരിട്ട് പാകിസ്ഥാൻ അതിൻ്റെ പൗരന്മാരെ കാശ്മീരിലേക്ക് ജമ്മുവിലേക്ക് കടത്തിവിടുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. വേറൊന്നുകൂടി ഇതിൻ്റെ കൂടെ ഓർക്കേണ്ടത്, ഇതേ സമയത്ത് സാറ് ശ്രദ്ധിച്ചോന്നറിയില്ല, ഇപ്പോൾ ഈ കാശ്മീരിൽ വന്ന ഭരണപരിഷ്കാരത്തിൻ്റെ 5ാം വാർഷികം വരാൻ പോവുക. 2014 സെപ്റ്റംബർ 5 അല്ലേ? 2019 സെപ്റ്റംബർ 5, 24 സെപ്റ്റംബർ ഓഗസ്റ്റ് 5 എന്ന് പറഞ്ഞാൽ ഇത് അടുത്ത ആഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ 5 കൊല്ലം തികയാണ്. ആ സമയത്ത് വളരെ പ്രധാനപ്പെട്ടതാണിത്. നമുക്ക് ജമ്മുവിനെ ഇനിയുള്ള ലക്ഷ്യം ജമ്മുവിൻ്റെ സമാധാനം തകർക്കുക. അപ്പുറത്തൊരു ഘടകം നമ്മൾ വല്ലാതെ സൂക്ഷിക്കാതിരിക്കുന്നുണ്ട്, അത് ലഡാക്കാണ്. അതെ, ലഡാക്കിൽ ഈ സമരമുറ ഇതല്ലെങ്കിൽ പോലും ഭരണകൂടത്തിനെതിരായി, പ്രത്യേകിച്ച് മോദിക്കെതിരായി, കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായുള്ള വലിയ സമ്മർദ്ദ സമരങ്ങൾ, ഇപ്പം അതിനെ ഉപവാസം അറിയാലോ, മാസങ്ങളായിട്ട് ഉപവാസം ഇരിക്കുന്നവരുണ്ട്, പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ട്, അവിടുത്തെ പ്രകൃതിയുടെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ലഡാക്കിൽ വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കേണ്ടത് കാശ്മീരും ജമ്മുവും ലഡാക്കും 3 ഐഡൻറ്റിറ്റിയുള്ള സാമുദായികമായ ഐഡൻറ്റിറ്റിയുള്ള പ്രദേശങ്ങൾ കൂടിയാണ് ഭൂരിപക്ഷം. പക്ഷേ ഈ ലഡാക്ക് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ചർച്ചയുടെ ഇത് തുടർച്ച പോലെ തന്നെ എനിക്ക് ഓർമ്മ വരുന്നു, അതിൻ്റെയൊക്കെ പിന്നിൽ ചൈനയാണ്.
ഞാൻ അതുകൂടി ഓർമ്മിപ്പിക്കാൻ തന്നെയാണ് ഇത് പറഞ്ഞത്. തീർച്ചയായിട്ടും നമ്മളത് ഓർക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ 2 അയൽ രാജ്യങ്ങൾ, 2 ശത്രു രാജ്യങ്ങൾ എന്ന് തന്നെ പറയാവുന്ന പാകിസ്ഥാൻ നേരിട്ട് ജമ്മുവിൽ ആക്രമിക്കുന്നു. അതാണ് നമ്മൾ സത്യത്തിലൊരു യുദ്ധാവസ്ഥ നേരിടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതാണ്. സ്ട്രെയിറ്റ് യുദ്ധം വേണ്ടിവരും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ചൈന കൃത്യമായും കാശ്മീരിൽ എന്താണോ പാകിസ്ഥാൻ കളിച്ചുകൊണ്ടിരുന്നത് അതേ കളി ചൈന ലഡാക്ക് വെച്ച് കളിക്കുന്നു. ചൈനക്ക് അരുണാചൽ പ്രദേശ് ഉൾപ്പെടെ ഉള്ള പ്രദേശങ്ങളിൽ ഉള്ള താല്പര്യങ്ങൾ, ഹിമാചൽ പ്രദേശിൽ മീൻസ് അരുണാചലിൽ നമ്മുടെ 12 അണക്കെട്ടുകൾ വരാൻ പോകുന്നുണ്ട്, വലിയ പൈസ ചിലവാക്കിയിട്ട്. 3 പരിസ്ഥിതി മൗലികവാദി സംഘടനകളെ ചൈന ഇപ്പോൾ അവിടെ ഉണർത്തിയിട്ടുണ്ട്. യെസ്, അരുണാചൽ പ്രദേശിലെ പരിസ്ഥിതിവാദികൾ, ലഡാക്കിലെ പ്രകൃതിവാദികൾ, ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ചൈനീസ് താല്പര്യം ഇന്ത്യക്ക് അത്രമേൽ എളുപ്പത്തിൽ പരിഹരിക്കാവുന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ പ്രധാനപ്പെട്ട ഒരു ജാഗ്രത, നമുക്ക് പാകിസ്ഥാനേക്കാൾ വലിയൊരു ശത്രുവായി ചൈന കൺമുമ്പിൽ പല വഴിക്കും വന്ന് നിൽക്കുന്നുണ്ട്. കാരണം പാകിസ്ഥാൻ്റെ കയ്യിൽ പണവും കാര്യങ്ങളൊന്നുമില്ല. അവിടുത്തെ എല്ലാ അടിസ്ഥാന സൗകര്യ പദ്ധതികളും BRIയിൽ ബിൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൽ ചൈനയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചൈനയുടെ താല്പര്യങ്ങളാണ് പാകിസ്ഥാൻ നടപ്പാക്കുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ ചൈനയും രണ്ട് പ്രധാനപ്പെട്ട ശത്രുക്കൾ ഒന്നിച്ചിരിക്കുന്നു. ഒരു വമ്പൻ ശത്രുവും ഒരു ദുർബലനായ ശത്രുവും. പാകിസ്ഥാൻ ആത്മരക്ഷയ്ക്ക് വേണ്ടിയായിരിക്കാം ചൈനയോട് കൂട്ടുചേർന്ന്, പക്ഷേ 2 കൂട്ടരുടെയും പൊതുശത്രു ആയിട്ട് ഇന്ത്യയുണ്ട്. അതെ, നമ്മൾ താജിക്കിസ്ഥാനെ ചൈന ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന പോലെ താജിക്കിസ്ഥാൻ്റെ അവസ്ഥയിലാണ് പാകിസ്ഥാനുള്ളത്. അതാണ്. അപ്പോൾ ചൈന 2 ദുർബലരെ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ച് നിഴൽ യുദ്ധം നടത്തുന്നു. രണ്ടും ഫലത്തിൽ ചീനസ്ഥാനായി മാറിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. വലിയ ജാഗ്രത ആവശ്യമുണ്ട് എന്നാണ് പുതിയ സംഭവവികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. നന്ദി സർ, ഈ വാർത്തകൾ നമ്മൾ ജനങ്ങളോട് പറയാൻ ഇടയാക്കിയത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.